ജീവിതത്തിൽ നമ്മെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. നമ്മെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, നമ്മുടെ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തവരുണ്ട്, നമ്മെ വിമർശിക്കുന്നവരുണ്ട്. നമ്മളവരെ നമ്മുടെ സത്യാവസ്ഥ തുറന്നു കാണിക്കാൻ പോകണ്ട. തുറന്നു കാണിച്ചാലും അതിനകത്ത് അവരൊരു കുറ്റം കണ്ടുപിടിക്കും. കാരണം മഞ്ഞപ്പിത്ത ഉള്ളവന് എല്ലാം മഞ്ഞയായിട്ട് തോന്നും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന പല വിമർശനങ്ങളും അങ്ങനെയാണ്. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ആളെ എങ്ങനെ അടിച്ചു താഴ്ത്താൻ ഇപ്പോൾ മീഡിയകൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്കെതിരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ എല്ലാം പറഞ്ഞാലും ഇവരെ തൊടാൻ കഴിയുന്നില്ല. കാരണം അവർക്കറിയാൻ നിൽക്കാൻ, ഇവരുടെ കൂടെ നിൽക്കാനും ആളുണ്ട്. അതുകൊണ്ട് അത് ഈ ലോകത്തിൻ്റെ രീതിയാണ്. നമുക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ അവരെ അങ്ങനെയല്ല ചേട്ടാ, ശരി ഇതാണ് എന്ന് പറഞ്ഞാൽ ആ ശരിക്കകത്തും അവരൊരു തെറ്റ് കണ്ടുപിടിക്കുക. അതുകൊണ്ട് മൗനമായി ഇരിക്കുക എന്നാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ കുറ്റം പറയുന്നവരോട് ദേഷ്യപ്പെടാൻ വേണ്ട, അവരെ തിരുത്താനും പോകണ്ട, അങ്ങനെയല്ലെന്ന് നിങ്ങൾ തെളിയിക്കാനും പോകണ്ട. ജോസഫ് അതിനൊന്നും പോയില്ല. അവനവൻ്റെ സത്യാവസ്ഥ തെളിയിച്ചതെന്നായിട്ട് ബൈബിളിൽ കാണുന്നില്ല. അവൻ ജയിലിൽ നിന്ന് കൊട്ടാരത്തിൽ വന്നു. അതിനുശേഷം അവനവൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ പോത്തിഫറിനെയും ഭാര്യയെയും വിളിപ്പിച്ചതായിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഒന്നും ചരിത്രമില്ല. കാരണം അതെല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിച്ചു. ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറും, ഒന്നും തിന്മയായി മാറില്ല. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അത് നന്മയായിട്ട് മാറും. നമുക്ക് റോമാലേഖനത്തിലോട്ട് കടന്നു വരാം. 20-ാം വാക്യം, 5:20. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം ഒരു വശത്ത് പെരുകാൻ പിശാച് പലതും ചെയ്യുമ്പോൾ, പിശാചിന് പാപം ചെയ്യിക്കാൻ ഒരു വ്യക്തി വേണം. പിശാചിന് ശരീരമില്ല. ഈ ഭൂമിയിൽ പാപം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി വേണം. പിശാചിന് ഒറ്റയ്ക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ഭൂമിയിൽ ഒരു നന്മ ചെയ്യാൻ ദൈവത്തിനൊരു വ്യക്തി വേണം. കാരണം ഈ ഭൂമിയിലെ സിസ്റ്റം ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തിൽ ഒരു ഭൗതിക ശരീരമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ നല്ലത് ചെയ്യാനും മോശമായത് ചെയ്യാനും കഴിയൂ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ശരീരം, പിശാച് നോക്കുന്നത് അതാണ്. ഒരു ശരീരമുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ പാപം പെരുക്കാൻ കഴിയൂ. ഒരു കുളമുണ്ടെങ്കിലേ മീന് പെരുകാൻ കഴിയൂ. ഒരു തോടുണ്ടെങ്കിലേ വരാലിന് പെരുകാൻ കഴിയൂ. ഒരു കടലുണ്ടെങ്കിലേ മത്തിക്ക് പെരുകാൻ കഴിയൂ, അല്ലേ? അപ്പം ഇതുപോലെ പെരുകണമെങ്കിൽ അതിൻ്റേതായ ഒരു സ്ഥലം വേണം. പാപത്തിന് പെരുകാൻ ഒരു ശരീരം വേണം. എന്നാൽ യേശു കർത്താവ് വരുമ്പോൾ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവമേ ഞാൻ വരുന്നു. അപ്പോൾ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനും പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്ന യേശു ഒരു മനുഷ്യ ശരീരം എടുക്കണമായിരുന്നു. നന്മ ചെയ്യുന്ന ഒരു ശരീരവുമായിട്ട് കർത്താവ് വന്നു. അവൻ അവസാന നിമിഷം വരെ നന്മ ചെയ്തു. നന്മ ചെയ്യുന്ന ഒരു ശരീരം. അപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ പാപം പെരുകുന്നുണ്ട്. അത് ഓരോ ശരീരത്തിലുമാണ്. അതുപോലെ തന്നെ കൃപയും പെരുകുന്നത്
ശരീരങ്ങളിലാണ്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി. അതിനകത്ത് അഭിഷേകം, കൃപകൾ, വരങ്ങൾ, സ്വർഗീയ ദർശനങ്ങൾ എല്ലാം പെരുകുകയാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ മറ്റുള്ളവർ പരിഹസിച്ചു പറഞ്ഞു, ഇവർ പുതിയ വീഞ്ഞു കുടിച്ചതാണ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളെ പുത്രന്മാർ പ്രവചിക്കും. എന്താണ്? കൃപകൾ പെരുകുന്നു. അന്ത്യകാലത്ത് പാപം പെരുക്കുവാൻ പിശാച് അവൻ്റെ ശ്രമങ്ങൾ മുഴുവനും കൊണ്ടുവരും. എന്നാൽ കൃപയും അതിനേക്കാൾ അധികം പെരുകും. നിങ്ങൾ ആഫ്രിക്കയിലേക്ക് നോക്ക്. ലോകത്തിലേറ്റവും പാപം കൊണ്ട് നിറഞ്ഞ സ്ഥലം ആഫ്രിക്കയാണ്. ഏറ്റവും മരണങ്ങൾ നടക്കുന്ന സ്ഥലം, കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സ്ഥലം, പാപത്തിൻ്റെ ഈറ്റില്ലമാണ് എവിടെ? ആഫ്രിക്ക. എന്നാൽ അനുഗ്രഹങ്ങളോ ലോകത്തെങ്ങുമില്ലാത്ത അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്. ഞങ്ങൾ കടന്നുപോയ നൈജീരിയയിലെ ഈനോക്ക് അഡിബോയ് എന്ന ദൈവദാസൻ്റെ ചർച്ചിൽ അന്ന് 2 വർഷം മുമ്പ് 45 ലക്ഷത്തിലധികം പേരുണ്ട്. മറ്റൊരു സഭ അതിൻ്റെ പണി നടക്കേ ആയിരുന്നു, ഡേവിഡ് ഓയിഡിപ്പോയുടെ സഭയിൽ. അദ്ദേഹം പണിത ചർച്ച് 1.25 ലക്ഷം പേർക്ക് ഇരിക്കാവുന്നതും 3000 ബാത്റൂം ഉള്ളതുമാണ്. എവിടെയാണിതെല്ലാം? അദ്ദേഹത്തിന് 3000 ഏക്കർ സ്ഥലമുണ്ട്. ഈനോക്ക് അഡിബോയ്ക്ക് 30,000 ഏക്കറുണ്ട്. പാസ്റ്റർ ക്രിസിന് 2500 ഏക്കർ സ്ഥലമുണ്ട്. ഇതെല്ലാം ഓരോ വേലി പാസ്റ്റർ ക്രിസിൻ്റെ അതിർത്തിയിലാണ് പാസ്റ്റർ ഈനോക്ക് അഡിബോയുടെ ചർച്ച്. അതിനോട് ചേർന്ന് വേറൊരു ദൈവദാസന് 2500 ഏക്കറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 30,000 ഏക്കർ, 2500 ഏക്കർ. ഇങ്ങനെ എവിടെയാണെന്ന് ഓർക്കണം. ഏറ്റവും ദാരിദ്ര്യമുള്ള, ഏറ്റവും പാപമുള്ള, ഏറ്റവും ക്രിസ്ത്യാനികളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ എയ്ഡ്സ് പോലും ആഫ്രിക്കയിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ആരോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ പേരിൽ എയ്ഡ്സ് അവിടെ നിന്നല്ല, പാസ്റ്റർ ജോഷി ഉപദേശ പിശക് എന്ന് പറയരുത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പാപം പെരുകിയ സ്ഥലത്ത് തന്നെ ഏറ്റവും കൃപയും പെരുകി. സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിൽ ഞാൻ പോയിട്ടുണ്ട്. കൊളംബിയയിലെ ബൊഗോട്ടയിൽ. അവിടെ അന്ന് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോൾ അവിടെ 7.5 ലക്ഷം പേരുള്ളൊരു സഭയുണ്ട്, പാസ്റ്റർ സെയ്സർ കാസ്റ്റിയാനോസിൻ്റെ സഭ. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ടുബാക്കോ കൃഷിയാണ്, എല്ലാവരുടെ കയ്യിൽ തോക്കുകളാണ്. അവിടെ ATM കൗണ്ടറിൽ പൈസ നിറക്കാൻ വന്ന ആ ഉദ്യോഗസ്ഥൻ എസ്കോർട്ടോടുകൂടിയാണ് വന്നിരിക്കുന്നത്. AK-47 പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പൈസ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞതനുസരിച്ച് സോക്സിനകത്താക്കി. കാരണം അവർക്ക് നമ്മുടെ ഷൂ കണ്ടിഷ്ടപ്പെട്ടാൽ തോക്ക് കാണിച്ചിട്ട് ഷൂ ഉരിക്കൊണ്ട് പോയാൽ പോക്കറ്റിലുള്ള എല്ലാം എടുക്കും. നമ്മുടെ വാച്ച് ഊരിയെടുക്കും, ഷർട്ട് ഇഷ്ടപ്പെട്ടാൽ ഷർട്ട് ഊരിയെടുക്കും, ഷൂ ഇഷ്ടപ്പെട്ടാൽ ഷൂ ഊരിയെടുക്കും. അതുകൊണ്ട് കാശ് സോക്സിലിട്ട് നടന്നത് ഓർക്കുന്നുണ്ട്. അത്രയും പാപം പെരുകിയ സ്ഥലത്ത് ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല ചർച്ചുകളുണ്ട്. അപ്പോൾ പാപം പെരുകി എന്ന ഒരു കാരണം കൊണ്ട് നമ്മൾ ഇത് കൊളരാത്ത സ്ഥലമെന്ന് പറയരുത്. ഏറ്റവും ദുർഘടം പിടിച്ചൊരു വീടായിരിക്കും നമ്മുടെ വീട്. ആ വീട്ടിൽ തന്നെയാണ് കൃപയും പെരുകാൻ സാധ്യത ദൈവം വെച്ചിരിക്കുന്നത്. എന്താണ് കഠിനമായിട്ടുള്ളത്, അത് തന്നെ അവിടെ ഏറ്റവും നല്ലതും ഉണ്ടാകും. മോശത്തിൻ്റെ എക്സ്ട്രീമിലോട്ട് പോകുന്നവർ നല്ലതിൻ്റെ എക്സ്ട്രീമിലോട്ടും വരും. അതുകൊണ്ട് ആ പൗലോസിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പാപികളിൽ ഒന്നാമനായിരുന്നു, ദൈവസഭയെ മുടിച്ചവനായിരുന്നു. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ ആ കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തിരുന്നവനാണ്, സൂക്ഷിച്ചവരാണ്. എന്താണ്? പൗലോസിന് ആരോഗ്യ പ്രശ്നമുണ്ട്, പൗലോസിന് വലിയ വലിപ്പമില്ല, പൗലോസിന് കല്ലെറിഞ്ഞ് നല്ല പരിചയമില്ല. പൗലോസ് പറഞ്ഞു, കല്ലെറിയുന്നവർക്ക് നന്നായിട്ട് അറിയാൻ നിങ്ങളുടെ മേൽവസ്ത്രം എൻ്റെ കയ്യിലോട്ട് താ. അവർക്കെല്ലാം ഒരു മേൽവസ്ത്രമുണ്ട്. ഈ മേൽവസ്ത്രത്തിൽ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. നല്ല പരീശന്മാർ. അപ്പം മേൽവസ്ത്രം ഉള്ളവരെന്ന് പറയുമ്പോൾ തന്നെ
മെയിനായിട്ട് പൈസക്കാരായിട്ടുള്ളവർ, പിന്നെ ബൈബിളിലെ വാക്യമൊക്കെ മേൽവസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നവർ, അങ്ങനെ വലിയ നല്ല ആത്മീകരാണ് ഏറ്റവും വലിയ ഭാവികളായിരുന്നത്. അവരുടെ ദൃഷ്ടിയിൽ അവർ വലിയ ആത്മീകരാണ്. അതാണല്ലോ പൗലോസൊക്കെ അത് ചെയ്തത്. എന്നാൽ അവൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ പറയുന്ന പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. അപ്പോൾ പാപം പെരുകട്ടെ എന്ന് കരുതി നമ്മൾ ആ നാട് വിട്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വീട് നിങ്ങളുടെ വീട് ആയിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ലോകത്തെ ഏറ്റവും നല്ല വീടെന്നുള്ള സാക്ഷ്യം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ജോയ്സ് മേയറിൻ്റെ ചരിത്രമാണ് ഓർമ്മ വരുന്നത്. കാരണം ജോയ്സ് മേയറിൻ്റെ പിതാവ് ജോയ്സ് മേയറിനെ എത്രയോ വർഷങ്ങൾ, 9 വർഷങ്ങൾ പീഡിപ്പിച്ചു. ആ സ്ത്രീ ഡിപ്രഷനിലേക്ക് പോയി. അപ്പനിൽ നിന്ന് രക്ഷപ്പെടാൻ 19-ാമത്തെ വയസ്സിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു കുഞ്ഞായപ്പോൾ ആ കള്ളിനും കഞ്ചാവിനും അടിമയായി അവൻ ഇട്ടേച്ചു പോയി. ജീവിതം തീർന്നുപോയ ആ സ്ത്രീക്ക് വേറെ ഡേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിതം കൊടുത്തു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതായിരുന്നു, ക്ഷമാശീലമുള്ളവനായിരുന്നു. ഡിപ്രഷനിലോട്ടും തകർച്ചയിലോട്ടും പോയ കോപാകുലയായ ഒരു സ്ത്രീയായി മാറിയിരുന്നു ജോയ്സ് മേയർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും പ്രാർത്ഥനയും കൈത്താങ്ങലും കരുതലും ഇന്ന് ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള കൃപ ജ്വലിക്കുന്ന, കൃപ പെരുകിയ ഒരനുഗ്രഹമായി 80 വയസ്സുള്ള സ്ത്രീ ഇന്നും കർത്താവിന് വേണ്ടി ശോഭിക്കുന്നു. പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം പെരുകി. എവിടെ പാപം പെരുകുന്നുവോ അവിടെ കൃപയ്ക്ക് വലിയ സാധ്യതയുണ്ട്. എന്നാൽ ആമേൻ, കൃപ പെരുകുവാൻ പാപം ചെയ്യണമെന്നാണോ? ഒരു നാളുമല്ല എന്ന് അവിടെ നമ്മൾ പറയുന്നുണ്ട്. നമ്മളത് അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടി അതിനകത്തുണ്ട്, 21-ാം വാക്യം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ വാണതെങ്കിൽ ഇനി നമ്മിൽ വാഴുന്നത് കൃപയാണ്, അഭിഷേകമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, ദൈവകൃപയാണ്, ദൈവസ്നേഹമാണ്, സ്വസ്ഥതയാണ്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിലെ അതേ അന്തരീക്ഷം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരനുഭവമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ. അതാണ് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. പാപം പെരുകിയ അതേ ഇടത്ത് കൃപയും അത്യന്തം പെരുകി ബലപ്പെടുന്നു. അതെ, നിന്റെ വീട് ഇന്ന് വഴക്ക് കൊണ്ട് നിറഞ്ഞതാണോ? വലിയ സന്തോഷം കൊണ്ട് നിറയും. വലിയ രോഗം കൊണ്ട് നിറഞ്ഞതാണോ? വലിയ സൗഖ്യം കൊണ്ട് നിറയും. വലിയ ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞതാണോ? വലിയ സമ്പന്നത കൊണ്ട് നിറയും. വലിയ ദുഃഖം കൊണ്ട് നിറഞ്ഞതാണോ? വലിയ ആനന്ദം കൊണ്ട് നിറയും. മരിച്ചാൽ മതി എന്നെപ്പോഴും ചിന്തിക്കുന്ന ഒരു വീടാണോ നിങ്ങളുടെ വീട്? ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ വീട് മാറും. ഏറ്റവും തകർന്ന ഭവനം ഏറ്റവും ഉയർച്ചയുള്ള ഭവനമായി മാറും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ കടന്നു വരും. ഈ കേട്ട വചനം അതിൻ്റെ കാര്യം സാധിപ്പിക്കും. നിങ്ങളുടെ ഏറ്റവും തകർന്ന വീട് നിങ്ങൾ നാളെ സാക്ഷ്യം പറയും, ഞങ്ങളുടെ വീട് ഏറ്റവും നശിച്ചതായിരുന്നു. ഇത് പറയുമ്പോൾ എന്നെ ഹെവൻലി ഫീസ്റ്റിലെ തോമസ് ഊട്ടി ബ്രദർ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന സാക്ഷ്യം, ഞാൻ ഏറ്റവും തകർന്നവനാണ്, ഞാൻ ഏറ്റവും നശിച്ചവനായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാം മാനസിക രോഗികളായിരുന്നു. കടക്കണിയായി, ജപ്തിയായി, ഞാൻ മദ്യവും മയക്കുമരുന്നുമായി ഏറ്റവും തകർന്ന വീട് ഏറ്റവും കൃപയുടെ വീടായി മാറി. തോമസ് ഊട്ടി ബ്രദറിൻ്റെ വീട് അതുപോലെയായെങ്കിൽ നമ്മുടെ വീട് അതിനേക്കാൾ മെച്ചമായി മാറും. എൻ്റെ ഭവനം ഏറ്റവും തകർന്ന വീടായിരുന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. കാരണം യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം. നമുക്കത് വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നിത് കേട്ട പല കുടുംബത്തിലും പലതും പെരുകി നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ ശൂന്യതകൾ പെരുകി നിൽക്കുകയാണ്, ദുഃഖങ്ങൾ പെരുകി നിൽക്കുകയാണ്, വേദനകൾ പെരുകി നിൽക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ പെരുകി നിൽക്കുന്ന വീട്ടിലേക്ക്
കൃപ പെരുകട്ടെ, സ്വസ്ഥത പെരുകട്ടെ, ആനന്ദം പെരുകട്ടെ, സമൃദ്ധി പെരുകട്ടെ, സൗഖ്യം പെരുകട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ കരം അവരോട് കൂടി ഇരിക്കണമേ. ഇന്ന് എല്ലാ നിലയിലും അധപ്പതിച്ച വീടെന്ന് പറയുന്ന അതേ വീട് തന്നെ എല്ലാ നിലയിലും ഉയർന്ന വീടെന്ന് പറയിപ്പിക്കുവാൻ യേശുവേ ക്രൂശിൽ അങ്ങ് മരിച്ച് സമ്പാദിച്ചെടുത്ത സമ്പാദ്യത്തെ, അനുഗ്രഹങ്ങളെ, രക്ഷയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള കൃപാവരങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നു, സമാധാനത്തെ സ്വീകരിക്കുന്നു, വിശുദ്ധ ജീവിതത്തെ സ്വീകരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എത്ര സന്തോഷമാണ് ദൈവവചനം. ഇത് കേൾക്കും തോറും നമ്മൾ ബലപ്പെടുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വരണം. രാവിലെ 10:30 ഒരുമിച്ച് കൂടുതൽ ദൈവവചനം കേട്ട് ബലപ്പെടാൻ യേശു കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു.